കൊല്ലം ജില്ലക്കാരുടെ രാത്രികാല ഉറക്കം കെടുത്തിയ സംഭവം. അതിരാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. കൊല്ലം നഗരത്തിലെ ഫ്ലൈ ഓവറിന് താഴെ ദുരൂഹ സാഹചര്യത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതശരീരം കിടക്കുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം ഫ്ലൈ ഓവറിന് സമീപത്തേക്ക് പാഞ്ഞു. കൂട്ടത്തിൽ ഒരാൾ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലുള്ള ആ മൃതശരീരം ഒന്ന് നിവർത്തിയിട്ടു. ആ കാഴ്ച കണ്ട പോലീസുകാരും നാട്ടുകാരും ഒരുപോലെ ഭയന്നു വിറച്ച് പിന്നിലേക്ക് മാറി. മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് തലയോട്ടി ഉണ്ടായിരുന്നില്ല. തലച്ചോർ അടിച്ചു തെറിപ്പിച്ച ഒരു കൂറ്റൻ കല്ല് തൊട്ടപ്പുറത്ത് തന്നെ ചോര കട്ട പിടിച്ച നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി. അപ്പോഴേക്കും കൊല്ലം നഗരം ജനസമുദ്രമായി മാറിയിരുന്നു. എന്നാൽ അവിടെ കൂടിയവർക്ക് ആർക്കും തന്നെ മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് അറിയുമായിരുന്നില്ല. കാഴ്ചയിൽ ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തി എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തിയതാകാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി. ഫ്ലൈ ഓവറിന് താഴെ നിരവധി നാടോടികൾ തമ്പടിക്കുന്നത് പതിവായിരുന്നു. അത്തരത്തിൽ എവിടെ നിന്നെങ്കിലും എത്തി ഫ്ലൈ ഓവറിന് താഴെ കിടന്നുറങ്ങിയ സമയത്ത് ആരോ എത്തി ഇയാളെ കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തി. കവർച്ച നടത്തിയതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ ഒരു പകൽ മുഴുവൻ പോലീസ് കൊല്ലം സിറ്റി മുഴുവൻ പ്രതിക്കായി തിരച്ചിൽ നടത്തി. തൊട്ടടുത്ത ദിവസത്തെ തിരക്കേറിയ ഒരു പ്രഭാതം. ജോലിക്ക് മറ്റ് പോകുന്ന ആവശ്യങ്ങൾക്കായി ബസ് കാത്തു നിൽക്കുന്നതിനായി വെയിറ്റിംഗ് ഷെഡിലേക്ക് എത്തിയവർ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് അന്ന് നഗരവാസികൾ കണ്ടത്. കാര്യം തിരക്കി വെയിറ്റിംഗ് ഷെഡിനടുത്തേക്ക് എത്തിയവർ കണ്ടതാകട്ടെ അതിഭീകര കാഴ്ച. തലേ ദിവസത്തേതുപോലെ തന്നെ തലയോട്ടിയും തലച്ചോറുമില്ലാത്ത ഒരു വൃദ്ധൻ വെയിറ്റിംഗ് ഷെഡിൽ കമിഴ്ന്നു കിടക്കുന്നു. തലേ ദിവസം രാത്രിയിൽ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങിയ ആരോരുമില്ലാത്ത ഏതോ നാടോടിയായ വൃദ്ധനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ കൊല്ലാൻ ഉപയോഗിച്ച കല്ലും രക്തം പുരണ്ട നിലയിൽ തൊട്ടടുത്തായി കിടപ്പുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായി കൊല്ലം നഗരത്തെ നടുക്കിയ 2 കൊലപാതകങ്ങൾ. പോലീസും നാട്ടുകാരും ഒരുപോലെ പരിഭ്രാന്തരായി. രണ്ടാമത് കൊല്ലപ്പെട്ടത് വീട്ടിൽ നിന്നും എന്തോ ചില കാരണങ്ങളാൽ പിണങ്ങിയിറങ്ങിയ അപ്പുക്കുട്ടനാചാരി എന്ന വ്യക്തിയായിരുന്നു. കുറെ നാളായി ഇയാൾ തെരുവ് ജീവിതം നയിക്കുകയായിരുന്നു. DGP അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലത്തെത്തി സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. എത്രയും വേഗം കൊലപാതകിയെ കണ്ടെത്തണം. അങ്ങനെ കൊല്ലം ജില്ലയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും എല്ലാം അരിച്ചു പറക്കി. സംശയം തോന്നുന്നവരെയെല്ലാം കസ്റ്റഡിയിലെടുത്തു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് പോലും ആളുകൾക്ക് പേടിയായി തുടങ്ങി. കൊല്ലം നഗരത്തിൽ രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തമാക്കി. പലരെയും ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് കൊലപാതകവുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു തെളിവുകളും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരാൾ ഒറ്റയ്ക്ക് തെരുവിന്റെ ഒരു വശത്ത് താമസിക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാസങ്ങളോളമായി കുളിക്കാത്ത വൃത്തിഹീനമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ. അയാൾ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ പോലീസിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് ഇയാൾ ഒരു മുൻകാല കുറ്റവാളിയാണെന്ന് വ്യക്തമായി. ഇയാളുടെ ഫോട്ടോയും വിരലടയാളവും ഇയാളെ തിരിച്ചറിയുന്നതിന് പോലീസിന് സഹായകമായി. 1996 മുണ്ടയ്ക്കൽ രാജശേഖരൻ എന്നയാളെയും 2006 ഷമീർ എന്നൊരാളെയും കൊല ചെയ്തതിന് ഇയാളെ 2 പ്രാവശ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ 2 കേസുകളിലും തെളിവുകളുടെ അപര്യാപ്തത മൂലം കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. മൊട്ട നവാസ് എന്നായിരുന്നു ആ കൊടും കുറ്റവാളിയുടെ പേര്. തെളിവുകളുടെ അഭാവത്തിലാണ് ഇയാളെ എപ്പോഴും കോടതി വെറുതെ വിടുന്നത്. അങ്ങനെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചോദ്യം ചെയ്യൽ മുറുകിയതോടെ ഇയാൾ മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഗോഷ്ഠികൾ കാണിക്കുക, ആക്രമണ സ്വഭാവം കാണിക്കുക, അങ്ങനെ പലതും ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടി. ഇതോടെ തരക്കേടില്ലാത്ത ഒരു ഭ്രാന്തനെയാണ് തങ്ങൾ പിടികൂടിയതെന്ന് മനസ്സിലാക്കിയ പോലീസ് അയാളെ തുടർ ചികിത്സയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചു. തെളിവുകളൊന്നും തന്നെ ഇയാൾക്കെതിരെ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കേസുകളൊന്നും തന്നെ ചാർജ് ചെയ്തില്ല. പോലീസ് അയാളെ തിരുവനന്തപുരം മാനസികരോഗ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അവിടുത്തെ ഡോക്ടർമാരും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ വിശദമായ പരിശോധന നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അയാളിൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും കണ്ടെത്താൻ അവിടുത്തെ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഏതോ പാവം നിരപരാധിയെ പോലീസുകാർ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയതാവുമെന്ന് അവർ വിചാരിച്ചു. ഏതാനും ദിവസത്തെ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അയാളിൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും പ്രകടമായി കാണാത്ത സാഹചര്യത്തിൽ ഡോക്ടർമാരങ്ങനെ മൊട്ട നവാസിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വിട്ടയച്ചു. പിന്നീട് നടന്നതാകട്ടെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ. അപ്പുക്കുട്ടനാചാരി എന്ന വ്യക്തിയായിരുന്നു രണ്ടാമതായി കൊല്ലപ്പെട്ടത്. അയാൾ കൊല്ലപ്പെട്ട് കൃത്യം 11-ാം നാൾ വീണ്ടും കൊല്ലം നഗരത്തിലെ ഫ്ലൈ ഓവറിന് താഴെ തലച്ചോറില്ലാത്ത രീതിയിൽ ഒരു വൃദ്ധന്റെ മൃതശരീരം കാണപ്പെട്ടു. 65 വയസ്സ് പ്രായം വരുന്ന ബംഗാൾ സ്വദേശിയായ ബന്ധൻ കുമാർ എന്ന വ്യക്തിയുടെ മൃതദേഹമായിരുന്നു അത്. അയാളുടെ തലയും കല്ലുകൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് തകർന്നിരുന്നു. കേരള പോലീസിന് ആകെ തലവേദനയായി മാറിയ സംഭവം. ഈ സംഭവത്തിലും യാതൊരുവിധ തുമ്പും പോലീസിന് ലഭിച്ചില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിൽ അടുത്ത ആളും കൊല്ലപ്പെട്ടു. 55-കാരനായ ശാസ്താംകോട്ട സ്വദേശി തങ്കപ്പനായിരുന്നു സമാനമായ രീതിയിൽ തലയോട്ടി തകർന്ന രീതിയിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കൊല്ലപ്പെട്ട് കിടന്നത്. ഇതോടെ വീണ്ടും കൊല്ലം നഗരത്തിൽ ഭീതി വ്യാപിക്കുന്നു. അങ്ങനെ അഡീഷണൽ DGP കൊല്ലത്തെത്തി പോലീസുകാരുടെ വിശദമായ യോഗം ചേർന്നു. കൊല്ലം നഗരത്തെ നടുക്കിയ ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത പോലീസിനെ അദ്ദേഹം വിമർശിച്ചു. ശക്തമായ പ്രതിഷേധവും സമരങ്ങളുമായി നാട്ടുകാരും സംഘടനകളും രംഗത്തെത്തി.
ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ തൊട്ടടുത്ത രാത്രിയിൽ അടുത്ത കൊലപാതകവും സംഭവിച്ചു. ചിന്നക്കട ജംഗ്ഷനിൽ ഒരു കടയുടെ മുൻപിൽ ഉറങ്ങിക്കിടന്നിരുന്ന 45-കാരനായ സുദർശൻ എന്ന വ്യക്തിയാണ് ഇത്തവണ കൊല്ലപ്പെട്ടത്. പോലീസ് പെട്രോളിംഗ് കർശനമാക്കിയിട്ടും പോലീസ് നാട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവരുടെ കൺമുൻപിൽ, അവരുടെ മൂക്കിൻ തുമ്പിൽ തന്നെ ഇത്രയും കൊലപാതകങ്ങൾ നടത്താൻ ആ കൊലപാതകിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നോർത്ത് പോലീസുകാർ തന്നെ അന്തം വിട്ടു. അങ്ങനെ പതിവ് പോലെ പോലീസ് പെട്രോളിംഗ് ശക്തമായ ഒരു രാത്രി കൊല്ലം നെഹ്റു പാർക്ക് ഏരിയയുടെ വശത്തായി ഒരാളനക്കം കണ്ടു. അവർ കാര്യങ്ങൾ തിരക്കി. എന്നാൽ അയാളിൽ നിന്നും യാതൊരു മറുപടിയും പോലീസുകാർക്ക് ലഭിച്ചില്ല. അയാൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതേതോ ഭ്രാന്തനാണെന്ന് കരുതി പോലീസുകാർ പുറപ്പെടാൻ പിന്തിരിഞ്ഞു. ഈ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനായ പ്രസന്നകുമാറിന് പെട്ടെന്ന് എന്തോ ചില സംശയങ്ങൾ തോന്നിയത്. അദ്ദേഹം മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു, സാർ, ഇത് മൊട്ടനവാസാണ്. ഇയാളെയാണ് നേരത്തെ നമ്മൾ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും ഇയാൾക്ക് എന്തോ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ആക്കിയതും. അങ്ങനെ പോലീസ് മൊട്ടനവാസിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിൽ പതിവ് പോലെ അയാൾ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ പോലീസ് സംഘം തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്ത മൊട്ടനവാസ് എന്ന വ്യക്തി എവിടെയാണെന്ന് തിരക്കുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മൊട്ടനവാസ് ചാടിപ്പോയതാകാമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മറുപടിയാകട്ടെ ഞെട്ടിക്കുന്നതായിരുന്നു. മൊട്ടനവാസിനെ വിശദമായ പരിശോധനകൾക്ക് വിധേയനാക്കിയെങ്കിലും അയാളിൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ അയാളെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാത്ത ഒരാളാണ് തങ്ങളുടെ മുൻപിലിരുന്ന് മാനസിക രോഗിയായി അഭിനയിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി. ഇതോടെ പോലീസ് മൂന്നാം മുറ പ്രയോഗിച്ചു. മൊട്ടനവാസ് സത്യങ്ങൾ ഓരോന്നായി പുറത്തു പറഞ്ഞു തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ അയാളുടെ അച്ഛൻ മരിച്ചു. അമ്മയെയും സഹോദരിയും കൂട്ടി അയാൾ ബോംബെയിലെത്തി. അവിടെയും ജീവിതം നന്നായില്ല. തെരുവിൽ കിടന്ന് അമ്മ മരിച്ചു. ഒരു സുപ്രഭാതത്തിൽ സഹോദരിയും അപ്രത്യക്ഷയായി. അവിടെ നിന്നങ്ങോട്ട് കുറ്റകൃത്യങ്ങളുടെയും മയക്കുമരുന്നിന്റെയും ലോകത്തായിരുന്നു അയാളുടെ ജീവിതം. പിന്നീട് അയാൾ കൊല്ലത്തേക്ക് തിരികെ എത്തിയപ്പോൾ അയാളുടെ മാനസിക നിലയാകെ തകർന്നിരുന്നു. തെരുവോരങ്ങളിൽ ആരുമില്ലാതെ കിടന്നുറങ്ങുന്നവരെ കാണുമ്പോൾ അവരെയൊക്കെ കൊലപ്പെടുത്തണമെന്ന് തോന്നും. കല്ലുകൊണ്ടുള്ള ആദ്യത്തെ അടിക്ക് തന്നെ ഇര വീഴും. എല്ലാവരെയും പോലെ തന്നെ രാത്രി 8 മണിയാകുമ്പോൾ നവാസ് ഉറങ്ങാൻ കിടക്കും. അർദ്ധരാത്രി കഴിയുമ്പോൾ അയാൾ ഉണർന്നെഴുന്നേറ്റ് തന്റെ ഇരയെ തേടി നടക്കും. ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെയാണ് അയാൾ ലക്ഷ്യം വെക്കുക. അങ്ങനെ മൊത്തം 7 പേരെയാണ് മൊട്ടനവാസ് എന്ന കൊടും കുറ്റവാളി കൊലപ്പെടുത്തിയത്. മറ്റ് 2 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ ഗുരുതരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയായിരുന്നു. മൊട്ടനവാസിനെ ജയിലിലടച്ചെങ്കിൽ പോലും കോടതിയിലെത്തിയപ്പോൾ മതിയായ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ 2019 കോടതി മൊട്ടനവാസിനെ വെറുതെ വിട്ടു. സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു പോലീസിന്റെ പക്കലുണ്ടായിരുന്നത്. നേരിട്ട് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും ലഭിച്ചിരുന്നില്ല. മൊട്ടനവാസാണ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ചികിത്സിച്ച് ഭേദമാകാത്ത ഒരു സീരിയൽ സൈക്കോ കില്ലറെയാണ് കോടതി സമൂഹത്തിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത്. 2019 ജയിലിൽ നിന്നും പുറത്തുവന്ന മൊട്ടനവാസിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. മൊട്ടനവാസ് പുറത്തിറങ്ങിയ ശേഷം പിന്നീട് അതുപോലെയുള്ള കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു സൈക്കോ ആണെങ്കിൽ അയാൾ ഇത്രയും കാലം അടങ്ങിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അയാൾ കൊല്ലത്തേക്ക് തന്നെയാവാം മടങ്ങിയെത്തിയിട്ടുണ്ടാവുക. പറ്റിയൊരു ഇരയെ തേടി അയാൾ നമുക്കിടയിൽ തന്നെ ഒരുപക്ഷെ അലയുന്നുണ്ടാകാം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള വേട്ടയാടൽ സീരിയൽ കില്ലറുകളുടെ ജീവിതത്തിൽ പതിവാണ്.